എല്ലാവർക്കും പാപമോചനല്ലേ, പാപങ്ങളൊക്കെ ക്ഷമിച്ചു കിട്ടാനാണ് എല്ലാവർക്കും ആഗ്രഹം. പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ആളുകൾ സ്നാനമേൽക്കാറുണ്ട്, വിവാഹത്തിന് വേണ്ടി പോലും. പക്ഷേ നമ്മളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ദൈവത്തിന് അറിയാം. നമ്മളുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയും പരിശുദ്ധാത്മാവ് എന്ന ആ ഒരു ലക്ഷ്യമാണോ എന്നുള്ളതും ദൈവത്തിന് അറിയാം. അതെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ. സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബൈബിളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാപമോചനം മാത്രമാണോ? നമുക്കൊരു കാര്യം കാണാം, ബൈബിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം മനുഷ്യന്റെ രക്ഷയാണ്. അതല്ലെന്ന് ആരും പറയില്ല, കാരണം മനുഷ്യന്റെ രക്ഷയെ പറ്റിയാണ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത്, എങ്ങനെ മനുഷ്യൻ രക്ഷ പ്രാപിക്കാം. അപ്പോൾ ബൈബിളിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാപമോചനം മാത്രമല്ല, പാപമോചനം അതിലേക്ക് എത്താനായിട്ടുള്ളൊരു ഒരു വാഹനം മാത്രമാണ്. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ്. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ലെ. നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പോ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ള കാര്യം ബൈബിളിൽ ഇത്രയും ഉറപ്പോടെ പറയുന്നത്? പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ആദ്യം തൊട്ടേ പ്രവർത്തിച്ചത് ഈ ഒരു അനുഗ്രഹം, ഈ ഒരു വാഗ്ദത്തം നമുക്ക് ലഭിക്കാനായിട്ടാണ്. നമുക്കത് ഉൽപ്പത്തി 12:3 കാണാം. അബ്രഹാമിന് ദൈവം ആ ഒരു വാഗ്ദത്തം കൊടുത്തു. അതായത് ഗലാത്യർ 3-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി. 3:13-14. അതെ, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 2:36, 37, 38, 39 അവിടെയും എഴുതിയിട്ടുണ്ട് ഈ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ് ഈ വാഗ്ദത്തം. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ആദ്യം തന്നെ ക്രിസ്തുവിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനിയാണോ? ഒരിക്കലും അല്ല. ഇപ്പോ പലരും പറയുന്നുണ്ട്, അവൻ ക്രിസ്ത്യാനിയായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അതെ, ഇദ്ദേഹം ഈ ലോകത്തിലെ പല ദുഷ്ടതയും ചെയ്യുന്നത് ഈ ക്രിസ്ത്യാനിയെ വ്യക്തികളാണ്. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനി. അതെ, ഇപ്പോൾ ക്രിസ്തു ജീവിച്ചതുപോലെ തന്നെ ജീവിക്കുന്നില്ലെങ്കിൽ അവനെ നമ്മൾ എങ്ങനെ ക്രിസ്ത്യാനി വിളിക്കും? ഒരാൾ ജനിക്കുന്നത് കൊണ്ട് ഒരിക്കലും ക്രിസ്ത്യാനി ആകുന്നില്ല. ആ ഒരു കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവനൊരു കുരിശുമാല ഇട്ടതുകൊണ്ട് അവനൊരിക്കലും ക്രിസ്ത്യാനി ആകുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിയകളും പ്രവർത്തികളും ചെയ്തതുകൊണ്ടല്ല അവൻ ക്രിസ്ത്യാനി ആകുന്നത്. ക്രിസ്ത്യാനി ആകണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടാകണം. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ അവനുള്ളവനാകുന്നു, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല എന്നാണ് റോമർ 8:9 നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അതായത് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. റോമർ 8:9 വാക്യം. അപ്പോ എങ്ങനെയായിരിക്കും ഒരു വ്യക്തിക്ക് ക്രിസ്തുവിന്റെ ആത്മാവിനെ ലഭിക്കുക? ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബൈബിളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ക്രിസ്തുവിനുള്ളവനല്ലാത്തൊരു വ്യക്തി എങ്ങോട്ടാണ് അവസാനം എത്തുന്നത്? നിത്യനാശം എന്നുള്ള ശിക്ഷാവിധിയിലേക്കാണ് എത്തുന്നത്. അങ്ങോട്ട് ഒരിക്കലും നമ്മൾ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല ആരും. മരണശേഷം പോലും ആളുകൾ അവിടെ പോയല്ലോ എന്നോർത്ത് ആളുകൾ ഇപ്പൊ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലേ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ നമ്മൾക്ക് ഇന്ന് ഉറപ്പുവരുത്തുക, നമ്മൾ മരിക്കുന്നതിന് മുൻപ് എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ടോ? ലോകത്തിൽ പലരും പല കാര്യങ്ങളും ചെയ്യും. അതായത് ക്രിസ്തുവിന്റെ ആത്മാവ് ഒരാളുടെ ഉള്ളിൽ വരുന്നത് ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. അതായത് ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് അവരിൽ വസിക്കാൻ തുടങ്ങും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ഇല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു സംസാരം, അത് തൊട്ടടുത്തുള്ള വ്യക്തിക്ക് മനസ്സിലാവാത്ത രീതിയിലാണെങ്കിൽ അത് ഓരോരോ വ്യക്തിയെ ഡിപ്പെൻഡ് ആയിട്ടാണ് ചിലവര് പ്രവചിക്കണത്. പിന്നെ അന്യഭാഷ നമുക്ക് പോലും ലോകത്തിൽ ഇല്ലാത്ത എന്തോ ഭാഷയിൽ അവർ സംസാരിക്കുന്നു. അവർ കാണിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ക്രിസ്തുവിന്റെ ആത്മാവിനെ കുറിച്ച് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാകണമെന്ന് ബൈബിളിൽ തന്നെ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഓരോ കാര്യത്തെ പറ്റിയും ബൈബിള് പറയണത്. അതെ, ഒരാളുടെ മേൽ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് ആ വ്യക്തിക്ക് ക്രിസ്തുവിന്റെ ആത്മാവ് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ബൈബിളിൽ കാണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് എങ്ങനെയാന്നുള്ളത് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:38 അവിടെ നമുക്ക് കാണാം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും സ്നാനമേൽപ്പിക്കും. അതായത് യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞതിന് ശേഷം പുതിയ ഉടമ്പടി, അതായത്
മരിച്ചതിന് ശേഷമാണ് പുതിയ ഉടമ്പടി ആരംഭിക്കുന്നത്. ആ പുതിയ ഉടമ്പടിயின் കീഴിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സുവിശേഷം പ്രസംഗിക്കുന്നത്. ആദ്യമായിട്ട് പ്രസംഗിച്ചപ്പോൾ പോലും ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് എങ്ങനെയാണ് ഒരാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. ആ ഒരു വാക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളിവിടെ സംസാരിക്കുന്നത് അധിവസിക്കുന്ന, അല്ലാതെ പോയും വന്ന് നിൽക്കുന്ന ആത്മാവിനെ കുറിച്ചല്ല. പഴയ നിയമത്തിലെല്ലാം ശിംശോന്റെ മേൽ വരുന്നു, അല്ലെ, പോകുന്നു, അങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ചല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. അധിവസിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ആ പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിക്കാമെന്ന് ആദ്യം തന്നെ പ്രസംഗിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലൻ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:38. നിങ്ങൾ അതൊന്ന് പരിശോധിച്ച് നോക്കുക. പിന്നെ പഴയ നിയമത്തില് അവർക്ക് പോയി വന്നു ദൈവത്തിന്റെ ആത്മാവ് വരുന്നുണ്ട്, പക്ഷേ അത് അവരുടെ നിയന്ത്രണത്തിൽ പോലും അല്ല. ദൈവത്തിന്റെ പദ്ധതി. ഇപ്പൊ ശൗല് പോലും വസ്ത്രം പോലും ഇല്ലാതെയാണ് പ്രവചിച്ചത്. അവന് പോലും അവനെ നിയന്ത്രിക്കാൻ പറ്റണില്ല. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോഴോ ദൈവത്തിന്റെ ആത്മാവിന് നമ്മളാണത്, നമ്മളെ നിയന്ത്രണത്തിലാണ്. അതെ, നമ്മളാണ് തീരുമാനം എടുക്കണം. അല്ലാതെ ദൈവം നമ്മളുടെ ഉള്ളിൽ കയറി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ റോബോട്ടുകളെ കൊണ്ട് റോബോട്ടിനെ പോലെ നയിക്കണല്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പലരും ഉരുണ്ടുമറിയുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ഉരുണ്ടുമറിയുന്നു, കസേരയുടെ മേളിൽ കയറി നിൽക്കുന്നു. അവർ കാണിക്കുന്നത് എന്താണ്? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കയറി. പക്ഷെ അങ്ങനെയല്ല ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് ക്രമത്തിന്റെ ആത്മാവാണ്. ദൈവം ക്രമത്തിന്റെ ദൈവമാണ്, അല്ലാതെ ക്രമക്കേടിന്റെ ദൈവമല്ല. ഓക്കെ, നമ്മളതൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചാലോ? അപ്പോസ്തല പ്രവൃത്തി 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. പാപമോചനം ഇല്ലെങ്കിൽ എന്തുമില്ല, പരിശുദ്ധാത്മാവെന്ന ദാനം ഇല്ല. പല ആൾക്കാർക്കും അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. ശരിയാണ്. പലരും പറയണത്, എനിക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ച് പിന്നീട് ഞാൻ പോയിട്ട് സ്നാനമേറ്റി. അതെ, പക്ഷേ ഇവിടെ എന്താണ് പറയണത്? സ്നാനത്തിലാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനവും പാപമോചനവും പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനവും ലഭിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതൊരു ലോജിക്കലായിട്ടുള്ള കാര്യമല്ലേ? കാരണം നമ്മളൊരു ശുദ്ധീകരിച്ചതിന്, ഒരു ക്ലീൻ വെസൽ, ഒരു പാത്രമാക്കിയതിന് ശേഷമാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അല്ലാതെ നമ്മുടെ പാപങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നില്ല. പാപമോചനത്തിനായിട്ട് സ്നാനം ആവശ്യമാണെന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ വേറൊരു സ്ഥലത്തും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 22:16. പൗലോസ് അപ്പോസ്തലൻ പുതിയ ഉടമ്പടിயின் കീഴിലല്ലായിരുന്നോ? ആണ്. കാരണം യേശു മരിച്ചതിന് ശേഷമാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതെ, അതായത് ഈ പുതിയ ഉടമ്പടിயின் കീഴുണ്ടായിരുന്ന പൗലോസ് അപ്പോസ്തലന് പോലും സ്നാനമേൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പാപമോചനത്തിനായി. നമുക്ക് കാണാം, അപ്പോസ്തല പ്രവൃത്തി 22:16 പൗലോസിനോട് പറയുകയാണ്. പൗലോസ് അതിനു മുൻപ് യേശുവിനെ കണ്ടതാണ്, യേശുവിന്റെ തേജസ് കണ്ടു, അല്ലെ? 3 ദിവസം ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴൊന്നും പൗലോസിന്റെ പാപം പോയിട്ടില്ല. 16-ാം വാക്യം 22:16 വായിക്കാം. ഇനി താമസിക്കുന്നത് എന്ത്? അനന്യാസ് പറയുന്നതാണ്, എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ ഒരു വാക്യത്തില് അനന്യാസ് പറഞ്ഞത് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. ഇപ്പൊ ഇവിടെ പലരും പറയുന്നത്, ഞാൻ സ്വപ്നത്തില് ഒരു വലിയൊരു ഫോട്ടോ കണ്ട്, അതെ, പിന്നെ എനിക്ക് എന്നിൽ വന്ന് ദൈവം ഒന്ന് വസിച്ച്. അതെ, ഇപ്പോ അത് പറയണമെങ്കിൽ ആദ്യം പൗലോസിനോട് പറയേണ്ടത്. അതെ. പിന്നെ പല ആൾക്കാരും പറയും, എന്റെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട്, അതിന്റെ അർത്ഥം ദൈവം എന്റെ കൂടെ ഉണ്ടെന്നാണല്ലോ. ദൈവം എന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്, എന്റെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരു ഫീലിങ്ങിലൂടെ, അനുഭവത്തിലൂടെ, ഇമോഷനിലൂടെ അല്ല നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഈവൻ പൗലോസിന്റെ ഒരു കാര്യത്തിൽ പോലും പൗലോസ് വിശ്വസിച്ചു. പലരും പറയുന്നത് വിശ്വസിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പൗലോസിന് ഞാൻ വിശ്വസിച്ചു, പൗലോസിന് വേണമെങ്കിൽ പറയാം, ഞാൻ ഇതെല്ലാം കണ്ടതല്ലേ, ഞാൻ യഹൂദ മതത്തിൽ ജനിച്ചു വളർന്ന അത്രയും പരീക്ഷനായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ, എനിക്കിത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ശരിക്കും ഞാൻ വിശ്വസിച്ചാ പോരെന്ന് അവന് ചോദിക്കാം. അവൻ ഉടനെ, അതായത് അവൻ 3 ദിവസം പട്ടിണിയായിരുന്നു. അതായത് ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. അതായത് അനന്യാസ് ഇത് പറഞ്ഞ ഉടനെ തന്നെ പൗലോസ് സ്നാനമേൽക്കണാണ്. അത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം പോലും കഴിക്കുന്നത്. കാരണം അതിന്റെ ഒരു പ്രാധാന്യം പൗലോസിനറിയാം. ഞാൻ ഇത് ചെയ്യുന്നതിലൂടെ എന്റെ പാപങ്ങൾ കഴുകുകയും ദൈവം എബ്രാഹിമിന് കൊടുത്ത ഒരു വാക്തത്വം, പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിക്കും, ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ വന്ന് വസിക്കും. കാരണം ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ലെന്ന് പൗലോസിന് അറിയാം.
പിന്നെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 5:32 വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പല ആൾക്കാരും പറയും വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കും, അല്ലെ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു എന്നൊക്കെ പല ആൾക്കാരും പറയും. പക്ഷെ വളരെ വ്യക്തമായിട്ട് പുതിയ ഉടമ്പടിയും എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 5:32 ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികൾ. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ദൈവം തന്നെ അനുസരിക്കുന്നവർക്കാണ് ആരെ നൽകുന്നത്? പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഇപ്പോ പൗലോസ് എഫെസോസിലെ അപ്പോസ്തല പ്രവൃത്തി 19 നിങ്ങൾ വായിക്കുമ്പോൾ കാണാം, എഫെസോസിലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചില ശിഷ്യന്മാരെ കണ്ടെത്തുന്നുണ്ട്. അത് യോഹനാന്റെ ശിഷ്യന്മാരാണ്. അതെ. അപ്പോ പൗലോസ് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അപ്പൊ അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉള്ള കാര്യം പോലും നമ്മൾ അറിയില്ല. അപ്പൊ പൗലോസ് അടുത്ത ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തിലേക്ക് ചേരുവാനാണ് സ്നാനമേറ്റത്? അതായത് എന്തിലേക്ക് ചേരുവാനാണ് സ്നാനമേറ്റത്? അപ്പൊ അവര് പറയുന്നത്, ഞങ്ങൾ യോഹനാന്റെ സ്നാനമാണ് ഏറ്റത്. അതെ, യോഹനാന്റെ സ്നാനം ഒരിക്കലും ക്രിസ്തുവിലേക്ക് ചേരാനല്ല. മനസ്സിലായോ? പിന്നെ യോഹനാൻ പിന്നെ മനസ്സിലാക്കി കൊടുക്കണത്, യോഹനാൻ മാനസാന്തരത്തിന്റെ സ്നാനമാണ് കഴിപ്പിച്ചത്. പക്ഷെ തന്റെ പിന്നാലെ വരുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പ്രസംഗിച്ചു. വളരെ വ്യക്തമായിട്ട് കാണാം. ലൂക്കോസ് 3:3 യോഹന്നാൻ പാപമോചനത്തിനായിട്ടുള്ള മാനസാന്തര സ്നാനം മാത്രമാണ്. അതിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു ഉപദേശം യോഹന്നാൻ സ്നാപകൻ പഠിപ്പിച്ചിരുന്നില്ല. നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് പരിശോധിച്ചു നോക്കാം. പിന്നീട് അവരെന്ത് ചെയ്യുന്ന ക്രിസ്തുവിന്റെ നാമത്തിൽ രണ്ടാമതാണ് സ്നാനം എടുക്കുന്നത്. അപ്പോ ആ സ്നാനത്തിലൂടെ അവർക്ക് അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിച്ച്. പലർക്കും അവിടെ ഒരു സംശയമുണ്ട്, അപ്പൊ പിന്നീട് കൈവച്ചിട്ടാണ് ആത്മാവ് വന്നത്. പക്ഷെ ഇതിനെ പറ്റിയുള്ള വീഡിയോ വളരെ വ്യക്തമായിട്ട് നമ്മൾ മുമ്പേയുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൽ വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ദൈവത്തിന്റെ ആത്മാവ് ഒരാളുടെ ഉള്ളിൽ വസിക്കുന്നില്ലെങ്കിൽ അവൻ ദൈവത്തിനുള്ളവനല്ല, ക്രിസ്തുവിനുള്ളവനല്ല. പിന്നീട് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്, അതായത് അവർക്ക് അന്ന് വചനം, അതായത് ബൈബിൾ ഇല്ലാതിരുന്നു, അല്ലെ? പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ലായിരുന്നു. അവരെങ്ങനെ പ്രവർത്തിക്കും, ഒരു സഭയായിട്ട് എങ്ങനെ പ്രവർത്തിക്കും, അവർക്ക് വേണ്ടി കൈവച്ച് ആ വരങ്ങളെ നൽകുന്നതിനെ കുറിച്ചെല്ലാം അതാണ് നമുക്ക് കാണുന്നത്. കൈവെപ്പിലൂടെ, അപ്പോസ്തലന്മാരുടെ കൈവെപ്പിലൂടെ മാത്രമാണ് ആ വരങ്ങളെ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കാരണം ഇത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ സത്യം അന്വേഷിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും. പിന്നെ നമ്മളുടെ ഒരു വ്യക്തിയിൽ അധിവസിക്കുന്ന ദൈവം നമ്മളിൽ ഒന്ന് വസിക്കുന്നത് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷെ പ്രവചിക്കുന്നത്, അന്യഭാഷ, മറ്റുള്ള വ്യക്തിയുടെ ഭാഷയെ സംസാരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് കാണുവാനും കേൾക്കുവാനും പറ്റും. പക്ഷേ വചനം അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നത് ആർക്കും കാണുവാൻ സാധിക്കില്ല. പക്ഷേ അത് നമ്മളും ദൈവവുമായുള്ള ബന്ധമാണ്. നമ്മൾ എന്താണ് വിശ്വസിച്ചത്, നമ്മളുടെ ഒരു ചിന്ത, നമ്മൾ ഞാൻ സ്നാനമേറ്റ എൻ്റെ കുടുംബം എന്നെ കൂടുതൽ സ്നേഹിക്കും, ചിലപ്പോൾ എനിക്ക് ഇന്നൊരു വണ്ടി ഇട്ട, ചിലപ്പോൾ എനിക്ക് എന്നെ ഈ ഒരു ജോലിയിലേക്ക് മാറ്റാം. പല ഇവിടെ ഉണ്ട്, പാസ്റ്റർ അങ്ങനെ എന്താ, ഇപ്പോ അസിസ്റ്റന്റ് പാസ്റ്റർ ആകാം, അല്ലെങ്കിൽ എന്നാണ് പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ആളുകൾ സ്നാനമേൽക്കാറുണ്ട്, വിവാഹത്തിന് വേണ്ടി പോലും. പക്ഷേ നമ്മളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ദൈവത്തിന് അറിയാം. നമ്മളുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയും പരിശുദ്ധാത്മാവ് എന്ന ആ ഒരു ലക്ഷ്യമാണോ എന്നുള്ളതും ദൈവത്തിന് അറിയാം. ദൈവത്തെ നമുക്ക് ഒരിക്കലും കാളിപ്പിക്കാൻ പറ്റൂല. നമ്മൾ തന്നെ ഉറപ്പുവരുത്താം, നമ്മളെ സ്വയം ചിന്തിക്കുക. നമ്മളോട് തന്നെ തെളിയിക്കാൻ പറ്റണം, ഞാൻ വചനം അനുസരിച്ചു, ദൈവത്തിന്റെ വചനത്തിലൂടെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലാതെ എൻ്റെ അനുഭവത്തിലൂടെ അല്ല. എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായി, ആ അനുഭവം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, എനിക്ക് അന്യഭാഷ പറയാൻ പറ്റി, അതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പ്. അങ്ങനെയല്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരാളുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിന്റെ വചനം വെച്ച് തന്നെ ഞാൻ ഇത് അനുസരിച്ചു, ദൈവത്തിന്റെ വചനം അനുസരിച്ചതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഇപ്പോ യേശു തന്നെ പറയുന്നുണ്ട്, ഒടുക്കത്തെ നാളില് ഞാൻ പറഞ്ഞ വചനങ്ങളാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്. ഇപ്പോ എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളത് എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായി, അങ്ങനെയല്ല. ഞാൻ വചനത്തിൽ പരിശോധിക്കുക, അവർക്ക് എങ്ങനെയാണോ പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് അതേപോലെയാണോ എനിക്ക് ലഭിച്ചത്. അപ്പൊ പലരും ചോദിക്കും, കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അവർ സ്നാനം പറ്റില്ലല്ലോ. അതൊരു വലിയൊരു ടോപ്പിക്കാണ്. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് അവിടെ പരിശുദ്ധാത്മാ സ്നാനം ലഭിക്കുകയുണ്ടായി. അതായത് നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ വളരെ വ്യക്തമായിട്ട്, കുറച്ച് നീണ്ടതാണ്, പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത്രയും ലോങ്ങിൽ തന്നെ ഇട്ടേക്കണത്. അതൊന്ന് പരിശോധിച്ച് നോക്കുക. അവിടെ നടന്നത് പരിശുദ്ധാത്മാ സ്നാനമാണ്. അവിടെ പരിശുദ്ധാത്മാ സ്നാനം നടന്നിട്ടുള്ളത് 2 പ്രാവശ്യമാണ്. ഒന്ന് പെന്തക്കോസ്ത് നാളിലും പിന്നെ കൊർന്നേലിയോസിന്റെ ഭവനത്തിലും. പരിശുദ്ധാത്മാ സ്നാനം നടക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ
ആദ്യം അതായത് യഹൂദന്മാരിലേക്ക് പെന്തക്കോസ് നാളിൽ യഹൂദന്മാരിലേക്ക് രക്ഷ പോകുന്നതിനെ സംബന്ധിച്ച് പത്രോസ് അതായത് അപ്പോസ്തലന്മാരിലേക്ക് വന്നു. പിന്നെ അതിനുശേഷം കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ജാതികളിലേക്ക് രക്ഷ പോകുന്നതിനെ തുടർന്നാണ് അവിടെ വരുന്നത്. അത് നിങ്ങൾക്കൊന്ന് പോയി പരിശോധിച്ച് നോക്കാം. ഈ ഒരു വീഡിയോയിൽ അത് മുഴുവനും നമുക്ക് പഠിപ്പിക്കാൻ സാധ്യമല്ല. പിന്നെ ആ ഒരു ഭവനത്തിലുള്ള അവരെയും പത്രോസ് സ്നാനമേൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നുണ്ട് വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതിൽ നിന്ന്. അതായത് അവിടെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം ഇതുണ്ടോ 10:48 വാക്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യമാണ്. കാരണം ഈ ഒരു വാക്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2:38 ചേർത്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. കാരണം പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിലാണ് പാപമോചനവും പരിശുദ്ധാത്മാവുള്ളതെന്ന് അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്നുണ്ട്. ഇതേ സ്നാനമാണ് യോഹന്നാന്റെ ഉപദേശപ്രകാരമുള്ള സ്നാനമേറ്റ ശിഷ്യന്മാരും അതായത് അപ്പോസ്തല പ്രവൃത്തി 19:5 സ്നാനമേൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കും നമ്മൾ യേശു നാമക്കാരാണ്. അങ്ങനെയാണെന്നല്ല പറയുന്നത്. യേശുക്രിസ്തുവിന്റെ അധികാരത്തിലുള്ള സ്നാനത്തെ കുറിച്ചാണ്. യേശുക്രിസ്തു പോകുന്നതിന് മുമ്പ് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പിൻ. അങ്ങനെ തന്നെയാണ് നമ്മളും സ്നാനം കഴിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ ഒരു വിഭാഗക്കാരാണ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ യേശുക്രിസ്തുവിന്റെ അധികാരത്തെ കുറിച്ചാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. പിന്നെ നമുക്കൊരു ഉദാഹരണം കൂടിയുണ്ട്. ഇതൊന്നും അതായത് കൈവെപ്പ് ലഭിക്കാതെയും അതായത് പരിശുദ്ധാത്മാവൻ അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്യഭാഷയൊന്നും പറയാത്തൊരു സംഭവം ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എത്യോപ്യക്കാരനായ ഷണ്ണൻ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഷണ്ണന് വളരെ ചെറിയൊരു അറിവേണ്ട ആള്. അവൻ ആ തേരിലിരുന്ന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസ് അപ്പോസ്തലനാണ്. ഇവിടെയുള്ള ഫിലിപ്പോസ് അപ്പോസ്തലനല്ല, 7 പേരിൽ ഒരാളാണ്. അതെ, 7 പേരെന്ന് പറയുമ്പോ അപ്പോസ്തല പ്രവൃത്തി 6 പറയുന്ന സ്റ്റേഫാനോസിന്റെ എല്ലാം കൂടെയുള്ള ആ ഒരു ഫിലിപ്പോസ് ആണ്. അത് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനല്ലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഫിലിപ്പോസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ അപ്പോസ്തലനാണല്ലോ ഇതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഫിലിപ്പോസ് എന്ന് യേശുവിനെ കുറിച്ച് ആരോട് പ്രസംഗിച്ചു? ഈ ഒരു ഷണ്ണനോട് പ്രസംഗിക്കുണ്ടായി. ഷണ്ണൻ ഇതാ നോക്കൂ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് ചോദിച്ചു. അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. 38-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തി 8:38. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ ഷണ്ണനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് വഴിക്കുപോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഷണ്ണൻ എന്തുകൊണ്ടാണ് സന്തോഷിച്ചത്? അവന് ലഭിച്ച കാര്യം അവന് മനസ്സിലായി. പാപമോചനവും ദൈവത്തിന്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആ സമയം മുതൽ അവൻ ആരുടെയാണ്? ക്രിസ്തുവിന്റെ. അവൻ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ക്രിസ്തുവിനുള്ളവൻ, അതായത് ബിലോങ്ങിങ് ടു ക്രൈസ്റ്റ് എന്നാണ്. ഈ ഒരു കാര്യം നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ആ ഒരു നേരത്തെ ചെയ്ത വീഡിയോസ് ഒന്നും പരിശോധിച്ച് നോക്കുക. പരിശുദ്ധാത്മാവ് ആരാണ്, എന്താണ് പരിശുദ്ധാത്മ സ്നാനം, ക്രിസ്തുവിന്റെ ആത്മാവ് ഒരാളുടെ ഉള്ളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് ലോങ് വീഡിയോസ്, അതായത് നീളമുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 16 നമുക്ക് കാണാം കാരാഗൃഹ അവരോടും പൗലോസ് പറഞ്ഞത് കർത്താവ് യേശുവിൽ വിശ്വസിക്കാം. പക്ഷെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അവനും അവന്റെ കുടുംബവും ആ രാത്രി തന്നെ സ്നാനമേൽക്കുന്നത്. ദൈവം ഒരിക്കലും കൺഫ്യൂഷന്റെ ദൈവമല്ല. ദൈവം ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് വേറെ രീതിയിൽ ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് കാണാം അപ്പോസ്തല പ്രവൃത്തി 2 തന്നെ ആ പരിശുദ്ധാത്മ സ്നാനം, അതായത് കൊടിയെ കാറ്റടിക്കുന്ന പോലെയുള്ള ശബ്ദം, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. അപ്പോസ്തലന്മാരെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അവരന്ന് സംസാരിച്ച്, അതായത് അന്യഭാഷകളിൽ നിന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി, അവിടെ കൂടിയിരുന്നവർക്ക്. അങ്ങനെ അവർ സംസാരിച്ച് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ചോദിക്കണം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പത്രോസ് അവരോട് പറഞ്ഞു, പാപമോചനത്തിനും പരിശുദ്ധാത്മാവെന്നുള്ള ദാനത്തിനായി നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിൻ. അന്ന് അവിടെ എത്ര പേര് സ്നാനം പറ്റും? 3000 പേര്. ഒന്നാലോചിച്ച് നോക്കിയേ, ആ 3000 പേർക്കും അന്ന് എന്ത് ലഭിച്ചു? പാപമോചനവും പരിശുദ്ധാത്മാവെന്ന ദാനവും അല്ലെ. നമ്മൾ ഒന്നുകൂടി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? പാപമോചനമാണോ പരിശുദ്ധാത്മാവെന്നുള്ള ദാനമാണോ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി വസിക്കുന്നതാണ്. അതെ, പാപമോചനം അതിനു വേണ്ടിയിട്ടുള്ള ഒരു വഴി മാത്രമാണ്.
അല്ലാതെ എല്ലാവർക്കും പാപമോചനല്ലേ, പാപങ്ങളൊക്കെ ക്ഷമിച്ച് കിട്ടാനാണ് എല്ലാവർക്കും ആഗ്രഹം. പാപങ്ങളെ ക്ഷമിച്ച് കിട്ടിയോണ്ട് പിന്നീടും നമുക്കൊരു പാപത്തിന്റെ ബോധ്യം, അതായത് പാപത്തിലേക്ക് വീണു പോകാം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഈ ലോകത്തെ ജയിക്കുവാനാണ് സഹായിക്കുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്ന മറ്റൊരു പേരാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. ക്രിസ്തു നിങ്ങളിൽ, ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിന്റെ ആത്മാവ്. റോമർ 8:9 മുതൽ 11 വരെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. കാരണം ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ ലോകത്തെ ജയിക്കാം. ഇപ്പൊ പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. കാരണം പൗലോസിനറിയാം എന്നിൽ വസിക്കുന്ന ആത്മാവ് ഈ ലോകത്തെ ജയിക്കുവാനായിട്ട് എന്നെ സഹായിക്കും. പിന്നെ 1 യോഹന്നാനിലും പറയുന്നുണ്ട്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. പലരും ഇത് പറയാറുണ്ട് വെറുതെ, പക്ഷെ അവര് പരിശോധിക്കുന്നില്ല എൻ്റെ ഉള്ളിൽ, അതായത് അവരുടെ ഉള്ളിൽ, അല്ലെങ്കിൽ എന്നാൽ വ്യക്തിപരമായിട്ടാണ് ഈ ഒരു പരിശോധന ചെയ്യേണ്ടത്. അല്ലാതെ എനിക്കൊരിക്കലും മിഥുന് വേണ്ടി പരിശോധിക്കാൻ പറ്റില്ല, മിഥുന് ഒരിക്കലും എന്നെയും പരിശോധിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പരിശോധിക്കണം. ഞാൻ ഈ കാര്യം അനുസരിച്ചോ, ബൈബിളിൽ എഴുതിയിട്ടുള്ള ഈ ഒരു കാര്യം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടുണ്ട്. അനുസരിച്ചിട്ടില്ല, പകുതി അനുസരിച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് പകുതി ആത്മാവിനെ ഒന്നും ദൈവം തരാമുള്ള ഇല്ല. ഇപ്പോ നമുക്കിങ്ങനെ പല ഭാഷയിൽ സംസാരിച്ചിട്ട് ഒരു വ്യക്തിയെ എനിക്കുള്ളത് പോലെ കാണിക്കുക അല്ലെങ്കിൽ തുറന്നിട്ട് ഇങ്ങനെ എനിക്കുണ്ട് ഇല്ല, അന്നേരം നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസും എല്ലാം കയറും. പക്ഷേ ഒരു വഴിയേ ഉള്ളൂ. ഒരു വ്യക്തി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഞാൻ വചനത്തിൽ പറയണ ഇതുപോലെ ചെയ്ത്, അപ്പൊ എനിക്ക് ഉറപ്പാണ് ദൈവം പറഞ്ഞതുപോലെ എനിക്ക് നൽകി. അല്ലാതെ ഞാൻ ഇത് കണ്ടേ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നീ കണ്ടോ ഞാൻ ഇവിടുന്ന് ചാട്ടം കണ്ടോ, അങ്ങനെയല്ല. വചനത്തിൽ നിന്ന് നമ്മൾ ഓരോ വ്യക്തിയും സ്വയം നമ്മൾ പരിശോധിക്കുക. ക്രിസ്തുവിനുള്ളവനാണോ അല്ലെങ്കിൽ, കാരണം ആകാശം ഭൂമിയും മാറിപ്പോവും, പക്ഷെ എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റം വരില്ല എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ഷോർട്ടാക്കാം അല്ലേ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളെ വളരെ സഹായിക്കട്ടെ. കാരണം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് ബൈബിളിൽ തന്നെ. കാരണം നമുക്ക് ഒരുപാട് വിഷയങ്ങളെ പറ്റി ബൈബിളിൽ നിന്ന് സംസാരിക്കാം. കായിനെ എവിടെ നിന്ന് ഭാര്യനെ കിട്ടി, അല്ലെങ്കിൽ യേശുക്രിസ്തു 100% മനുഷ്യനായിട്ടാണോ വന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തു ബുദ്ധമതം പഠിക്കാനായിട്ട് ഇന്ത്യയിലേക്ക് വന്നോ, ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ. ഇത് അന്വേഷിക്കുന്നവരിലേക്ക് എത്താനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമൻറ്റുകളിൽ ഇടാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.